ഹസന എന്ന ഒരു കുടുംബ സംഗമത്തിലാണ്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ സമൂഹത്തിന്റെ പോക്കും അതിനോട് അനുബന്ധിച്ചുള്ള ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെ ആളുകളെ, വിശ്വാസികളെ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുടുംബ സദസ്സുകൾ നമ്മൾ ഒരുക്കാറുള്ളത്. അൽഹംദുലില്ലാഹ് നല്ലൊരു സദസ്സ് തന്നെ നമുക്കിവിടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പുലർത്താൻ നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായി പറയാനൊന്നുമില്ല. നമുക്കറിയാം ഈ പരിപാടി ഇവിടെ നടത്താനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത്, മാട്ടുമൽ പ്രദേശത്ത് നമുക്കൊരു സലഫി മസ്ജിദ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ബാക്കി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. 10-20 ലക്ഷം റുപ്യന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് നമ്മളായിട്ട് കണ്ടെത്തേണ്ട ഫണ്ടാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ, പള്ളിയാണ് അതിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായി പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് പ്രഭാഷണം നിർവഹിക്കുന്നത് ഹാഫിസ് മദനി പുത്തൂരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سلام عليكم بما صبرتم فنعم عقبى الدار. ബഹുമാന്യരായ ഈ പ്രദേശത്തുള്ള KNM-ന്റെയും MGM-ന്റെയും ISM-ന്റെയും നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല വാർത്ത കേട്ടുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു പ്രദേശത്ത് തൗഹീദി ആദർശം പറയുന്ന ഒരു സ്ഥാപനം ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഹൈറായ സംഗതിയാണ്. അതിലേക്ക് പോയി ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളെങ്കിലും ഒരു 10 രൂപ കൊടുത്താൽ
നമ്മൾ നമ്മുടെ സ്വർഗത്തിലെ വീട്ടിലേക്കുള്ള ചെറിയ ഒരു കല്ല് നമ്മൾ വാങ്ങിയെന്നർത്ഥം. തീർച്ചയാണ് ഞാനിവിടെ അന്വേഷിച്ച സമയത്ത് ഇതിന്റെ പണം മുഴുവനായും ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ശേഖരിച്ച് ഉണ്ടാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി നൽകിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി തന്ന ആളുകളിൽ പലരും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. അള്ളാഹുവേ, അവരുടെ കബറിടം നീ വിശാലമാക്കുകയും ഇതിനേക്കാൾ സുന്ദരമായ ഒരു ഭവനം സ്വർഗത്തിൽ അവർക്ക് നൽകുകയും ചെയ്യണേ റഹ്മാനെ. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഉസ്റത്തുൻ ഹസന എന്ന ക്യാപ്ഷനിൽ കേനം നടക്കുന്ന ശ്രേഷ്ഠ സമൂഹം ഉത്തമ കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കുടുംബ സംഗമത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എല്ലാ ആളുകളും അവർക്കെല്ലാവർക്കും വാട്സാപ്പ്, സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ടുള്ള ആളുകളെ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടത്തോടു കൂടി നമ്മൾ ഓർക്കുന്ന ഒരു വാർത്ത ഏതായിരിക്കും? നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന, ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നമ്മുടെ കുടുംബത്തിൻ്റെതായി നമ്മുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം സങ്കടം നമുക്കൊക്കെ ഉണ്ടാവും. എന്നാൽ ഇന്ന് ആ സങ്കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ ഇന്നലെയും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത് ഒരു കോളേജിലെ നമ്മുടെ ISMന്റെ പ്രവർത്തകന്മാർ, MSMന്റെ പ്രവർത്തകന്മാർ അവർ വിളിച്ചു പറയുകയാണ്, നിങ്ങളൊരു വോയിസ് റെക്കോർഡർ വോയിസ് ഇടണം. ഞാൻ ചോദിച്ചു, എന്തിനാണ്? നമ്മുടെ സലഫി ആദർശമുള്ള കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ, അതും നമ്മളൊക്കെ ഏറെ പ്രയാസപ്പെടുന്ന, നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘത്തിന്റെ ഒരാളുടെ കൂടെ പോകാനിരിക്കുകയാണ്. അവള് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച്, അവിടെ നടക്കുന്ന വ്യഭിചാരത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിന്റെ ഗൗരവത്തെ പറ്റി ഒരു വോയിസ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ ആ വോയിസിനെ പറ്റിയോ അതിനെ പറ്റിയോ ഒന്നല്ല ആലോചിച്ചത്. ഞാൻ അപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിത്രം വെച്ചാൽ ആ കുട്ടിയുടെ ഉപ്പയെയും ആ കുട്ടിയുടെ ഉമ്മയെയും ഞാൻ ഇങ്ങനെ ഓർത്തുപോയി. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അല്ല ഈ ആഴ്ചക്കുള്ളിലോ ആ വാർത്ത അവരുടെ കുടുംബ ഗ്രൂപ്പിൽ വരുമ്പോ, അവരുടെ നാട്ടിൽ ആ വാർത്ത പരക്കുമ്പോ, അത്രമാത്രം വളർത്തിക്കൊണ്ടുവന്ന ആ മാതാപിതാക്കളുടെ സങ്കടം എത്രയായിരിക്കും പ്രിയപ്പെട്ട സഹോദരിമാരെ. അത് ഒരു വീട്ടിലുള്ള സംഗതി മാത്രല്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് സ്കൂളിലുള്ള അധിക ആളുകളുടെയും പിയർ ഗ്രൂപ്പിലേക്ക് ഒന്ന് നമ്മളൊന്ന് എത്തി നോക്കിയാൽ, അതിനെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം വർത്തമാനങ്ങളും ഇത്തരം പ്രശ്നങ്ങളുടെയും ഒക്കെ സങ്കീർണമായ അവസ്ഥകളാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയായി സമാധാനം എന്ന് പറയുന്നത് മാറിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. പക്ഷേ ഇസ്ലാഹി കുടുംബങ്ങളിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള കുടുംബങ്ങളിൽ കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും കുടുംബങ്ങളുടെ അകത്തളങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇത്തരം വർത്തമാനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേനം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ നമ്മുടെ കുടുംബങ്ങൾ കിട്ടേണ്ടത്? സമാധാനം. ഉപ്പച്ചി ഉമ്മച്ചി, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സമാധാനത്തോടു കൂടി കഴിയാന്ന് പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ? ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കുടുംബമായി ഇവിടെ നിൽക്കുന്നത് തന്നെ. വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്, ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചു തന്നത് എന്തിനു വേണ്ടിയാ? വെറുതെ തമാശക്ക് വേണ്ടിയാ?
തമാശക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. നമ്മൾ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ആ വീടകങ്ങളിൽ, ആ മസ്കനിൽ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ജീവിക്കാൻ കഴിയണം. അതിനു വേണ്ടിയാ ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് അവൾക്ക് അവനിലും അവന് അവളിലും സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം തന്നെ, വിവാഹം പോലും അള്ളാഹു നിശ്ചയിച്ചത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടകത്തെ പറ്റി, വീടിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംസാരവും അങ്ങനെ തന്നെയാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല ലക്കും, നിങ്ങൾക്കാക്കിയിട്ടുണ്ട് എന്ത്? മിൻ ബുയൂതികും, നിങ്ങളുടെ വീടുകളെ, സകന, സമാധാനത്തിന്റെ ഗേഹമാക്കിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ വീടുകളെ അല്ലാഹു ആക്കിയിരിക്കുന്നത്, വിശ്വാസിയുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ ഗേഹമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട എന്താണ്? സമാധാനമാണ്. അത് കിട്ടാനാണ് ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹവും അത് തന്നെ ആയിരിക്കും. കാരണം വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടതും അതാണ്. അത് കിട്ടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന ആ ജീവിതത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ആദ്യമായി നമ്മുടെ വിശ്വാസം ശരിയാക്കണം. നമ്മുടെ വിശ്വാസം അൽഹംദുലില്ലാ, നിങ്ങൾ 1000 തവണ അൽഹംദുലില്ലാ പറയണം. നോക്കൂ, കറകളഞ്ഞ ആ തൗഹീദി വിശ്വാസം നമ്മൾക്ക് ലഭിച്ചത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ആശ്വാസത്തിലാണ്. നമ്മള് കഴിഞ്ഞ സമ്മേളനത്തിന് ഒരു 10-35ഓളം കുടുംബ സംഗമങ്ങളിൽ ഇങ്ങനെ ഉള്ളിലുള്ള പ്രദേശങ്ങളിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു സുഹൃത്ത്, അവനെ ആ പ്രദേശത്തുള്ളൂ, അവൻ പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഏറ്റവും നല്ല ശബ്ദത്തോട് കൂടിയിട്ട് എന്റെ ഈ ചുറ്റുവട്ടത്തിലുള്ള കുടുംബങ്ങളൊക്കെ കേൾക്കണം. എന്താ കേൾക്കേണ്ടത് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്, അത് എന്റെ ഈ ചുറ്റിലുമുള്ള ആളുകൾ കേൾക്കണം. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു അവനോട്, എന്താ അവർക്കൊന്നും സമാധാനമില്ലേ? നിങ്ങൾക്കറിയോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇസ്ലാമിന്റെ മാധുര്യം അറിയണേ. ഞങ്ങളെ വീട്, തൊട്ടടുത്ത വീട്, എല്ലാ വീട്ടിലും ബേജാറാണ്, പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്, എല്ലാ ആളുകളും പേടിയിലാണ്. നിർഭയത്വം, മതം നിർഭയത്വമാണ് എന്ന ഈ ആശയം നിങ്ങൾ ഇവിടെ ധാരാളമായി സംസാരിക്കണം. കാരണം ഇവിടെ മതം ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇസ്ലാം എന്ന് പറയുന്ന ആളുകൾ അവരുടെ വീടകങ്ങളിലേക്ക് കയറി ചെന്നാൽ വല്ലാത്ത പേടിയില്ല. എല്ലാരെ കയ്യിലും അരയിലും കാലിലും എല്ലായിടത്തും ചരടാ. ഞാൻ ചോദിച്ചു, അപ്പൊ എന്തിനാ ഈ ചരട്? സത്യം പറഞ്ഞാൽ ഒരു ഇസ്ലാഹി തറവാട്ടിലായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത്ര വലിയ ഗൗരവമില്ലായിരുന്നു, നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും ഇസ്ലാഹി കുടുംബങ്ങളാ. അവിടെ ഏലസ്, ഉറുക്ക്, ഐക്കല്ലൊന്നുമില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട്, സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ മനസ്സുമായി കഴിയുന്ന ഒരുപാട് മനുഷ്യർ. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യൻ ആ സമയത്ത് പറയണം, ഓരോ ചരടിലുമാണ് ഓരോരുത്തരും അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഓരോ ചരടിലും ഓരോ ആളുകളും അതിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് ഓരോ ഔലിയാക്കന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്ബറയിലെ ജാറത്തിലെ ഏതെങ്കിലും ഒരു ശൈഖിനെ, ആ ശൈഖിനെ പ്രീതിപ്പെടുത്തി ആ ശൈഖിൽ നിന്നുള്ള ബർക്കത്ത് കൊണ്ടാ ഞങ്ങൾ നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോ കുരുത്തക്കേട് ശൈഖിന്റേത് എന്ന് പേടിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾ. നോക്കി പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കുള്ളൊരു സുഗന്ധ ഏകനായ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ഏത് ഭാഷയിലും എങ്ങനെയും മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു ഇടയാളനില്ലല്ലോ. ഇപ്പം തന്നെ നോക്കൂ, വിശ്വാസരംഗത്ത് പിഴച്ചിട്ട് എവിടെത്തി? എന്റെ നാട്ടിലാണ് CM മടവൂർ, ഞങ്ങളുടെ കൊടുവള്ളി, നരിക്കുനി, ഞങ്ങളുടെ ഭാഗത്താണ് CM മടവൂർ ജീവിച്ചത്. ഇപ്പൊ അദ്ദേഹം പോയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? അദ്ദേഹം പടച്ചോനാരാ? പടച്ചോനാ ചോദിച്ചവനോട് നീ പറ, ആര്? CM ആ പടച്ചോൻ. പടച്ചോൻ CM ആണ്.
ആ സിഎമ്മിനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തെ വഴിപിഴപ്പിച്ച് സൃഷ്ടികളെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളെ സൃഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസരംഗത്തെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലാണ് ഞങ്ങൾക്ക് അഭയം. അത് ചില്ലറ കാര്യല്ല. ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഈ പ്രദേശത്തെ തൗഹീദി ആദർശം നേരത്തെ ഉൾക്കൊണ്ട ആളുകളായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇതറിയാത്ത ആളുകൾ എത്രത്തോളം പ്രയാസത്തിലെന്നറിയോ? നമുക്ക് ഒരു പ്രയാസം ഉണ്ടായി, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആദ്യം പടച്ചവനോട് പറയാം. നോക്കി, മുസല്ല വിരിച്ചിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പില് നമസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ റബ്ബിനോട് നമ്മൾ പറഞ്ഞ് അവസാനം സലാം വീട്ടിയിട്ട് അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി അലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖലൈത. റബ്ബേ, ആ റബ്ബിലേക്കുള്ള ഒരു തവക്കുൽ അല്ലാഹുവിനോട് പറയാ. നീ തന്നതിനെ തടുക്കാൻ ആരുമില്ല റബ്ബേ, നീ തരാത്തതിനെ അത് ഇവിടെ തരാനും ആരുമില്ല. നീ വിധിച്ചതെന്തോ അതേ എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസം അത് കൃത്യമായി അറിയുന്നവൻ നീയാണ്. അതുകൊണ്ട് എന്റെ പ്രയാസങ്ങളെ നീ മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പറയാൻ, സമാധാനത്തോടെ പറയാൻ കേൾക്കും. എന്റെ നാഥൻ കേൾക്കും. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. അവനോട് ചോദിച്ചാൽ അവന് മാറ്റാൻ കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാ എന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ. അപ്പൊ ഈ വിശ്വാസത്തെ ശരിയാക്കി കഴിഞ്ഞാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനം കിട്ടും. നമുക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളെ അറിയിച്ചു കൊടുക്കണം. ഇത് വലിയൊരു ദൗത്യമാണ്. സഹോദരിമാരെ, നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂടെയുള്ള സഹോദരിമാരെ ഈ വിശ്വാസ രംഗത്തെ ഏറ്റവും ശക്തമായ ഈ തൗഹീദി ആദർശത്തെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുകൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ചോദ്യം നമ്മളോടാ. കാരണം ഒരു വീട്ടിലുള്ള സമാധാനത്തിന്റെ തുടക്കം അവിടെയുള്ള ആ ഉമ്മയുടെ വിശ്വാസം ശരിയാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സമാധാനം അന്വേഷിക്കുന്ന കുടുംബങ്ങളോട് നിങ്ങൾ ആദ്യം പറയേണ്ടത് ഹുവല്ലദീ അൻസല സകീനത, അവനാണ് സമാധാനത്തെ ഇറക്കിയവൻ. എവിടെ? ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ. ആരുടെ ഹൃദയത്തിലാ സമാധാനം ഉണ്ടാകപ്പോ? ആരുടെ ഹൃദയത്തിലാ സമാധാനം? വിശ്വാസം കറകളഞ്ഞ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് പടച്ചതമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആ റബ്ബിൽ സകലതും സമർപ്പിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സമാധാനം ഇറക്കാൻ. ഇത് ഞാൻ പറയല്ല, വിശുദ്ധ ഖുർആൻ പറയാണ്, ഹുവല്ലദീ അൻസല സകീന, അവനാണ് സക്കീനത്ത് ഇറക്കുന്നത്. എവിടെ? ഫീ ഖുലൂബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ. അപ്പൊ മുഅ്മിൻ ആരാണ് മുഅ്മിനി എന്ന് വളരെ കൃത്യമായി അല്ലാഹ് പറഞ്ഞില്ലേ സൂറത്ത് ഹുജറാത്തിൽ? വിശ്വസിക്കുകയും പിന്നെ അവൻ സംശയിക്കുന്നില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അങ്ങനത്തെ ആളുകളാണ് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ ആളുകൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിശ്വാസം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്താലേ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അത് നമ്മുടെ മക്കൾക്കും ഉണ്ടാക്കണം. ഉമ്മ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് നൽകുന്നത്? നമ്മളൊന്നും ആലോചിക്കും. ഇപ്പോ അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോ, പണ്ട് നമ്മൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി ഇപ്പോ നാനോ മൈക്രോ ആയി. ഒരു കുടുംബം തന്നെ, ആ കുടുംബത്തിൽ കുറച്ചാളേ ഉള്ളൂ. ആ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ ഒന്നോ രണ്ടോ ഉണ്ടാവും. ആ മക്കളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന എന്താ? ഭൗതിക രംഗത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാ കരിയർ കോച്ചിങ്ങുകളും നമ്മൾ കൊടുക്കണം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മകനോട് നമ്മുടെ മകളോട് നമ്മൾ ഈ കാര്യം തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആളുകൾ പറയും, അതിപ്പോ ഓനോട് ഞാൻ എങ്ങനെ പറയാം,
അവനോട് ഞാൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് പറയാ എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതല്ലാത്ത പലതും നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ സമാധാനം വരണോ, ആദ്യം നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസ രംഗത്തെ കൃത്യതയാണ്. അങ്ങനെ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചൊരിഞ്ഞു തരും. അതിന് അത്രമാത്രം അനുഗ്രഹം നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ട്. നോക്കി, നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും അല്ലാഹുവിന്റെ നിഅമത്തും എത്ര. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോ പലരും പറഞ്ഞു, പല അസുഖങ്ങളും പറയുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലേ. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോ. നമ്മൾ അള്ളാഹുവിനോട് ഓരോ സമയത്തും അള്ളാഹുവിനെ നിരന്തരമായി ഈ ശുക്ർ രേഖപ്പെടുത്തേണ്ട ആളുകളാ. ഈ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളിൽ നിന്ന് വരുന്ന അടുത്ത ഒരു പ്രകടനം എന്താ? അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. വിശ്വാസിയുടെ നാവ് എപ്പോഴും ദിക്റിലായിരിക്കും. പടച്ചവനോട് ഇങ്ങനെ പറയും. നോക്കി, നമുക്ക് അള്ളാഹു വീട് തന്നു, നമുക്ക് അള്ളാഹു മക്കളെ തന്നു, നമുക്ക് അള്ളാഹു വാഹനം തന്നു, നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നു, നമുക്ക് അള്ളാഹു നല്ല ഒരു മരുമകനെ നൽകി, നമുക്ക് അള്ളാഹു നല്ല ഒരു. ഇപ്പോ അസർ നിസ്കരിച്ചു കഴിഞ്ഞു. നോക്കി, ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ പടച്ചോന് ഇന്നലെ മരണസമാനമായ ഉറക്കിൽ നമ്മളെ കിടത്തിയിട്ട് ഇന്ന് രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. പിന്നെ എപ്പോഴാ നമ്മൾ അൽഹംദുലില്ലാ നിർത്തുക? അപ്പൊ കടന്ന് അവസാനം ഇന്ന് രാത്രി കടക്കുമ്പോ അല്ലെ, ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് പറഞ്ഞ് നമ്മള് പടച്ച തമ്പുരാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ കടന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അങ്ങ് ഉറങ്ങുന്ന സമയത്താ നമ്മൾ അൽഹംദുലില്ലാ എന്ന് നിർത്തുക. നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ എത്ര ആളുണ്ടാവും? ആലോചിച്ച്. അതെന്നെ പറഞ്ഞു കുറവാ. ഇനി പോട്ടെ, നമ്മൾ ഇങ്ങനെ എത്ര അസർ വരെ എത്തി, എത്ര വട്ടം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പടച്ചോനെ, എന്റെ വീട്ടിൽ മക്കൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, ഉമ്മക്ക്, ഉപ്പച്ചിക്ക്, അതുപോലെ ഞങ്ങളെ വീട്ടുകാർക്ക് മുഴുവനും ഒരസുഖവും ഇല്ലാത്ത ദിവസം അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭക്ഷണം, നമുക്ക് വേണ്ടത് മുഴുവൻ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാൽ നമ്മള് അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുന്നത് കുറവാണ്. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചു? അള്ളാഹിനോട് എന്തൊക്കെ ചോദിച്ചു? അതൊക്കെ റബ്ബ് നൽകിയില്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളെ വാപ്പാക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടിയില്ലേ? എന്റെ വാപ്പ 50-ാമത്തെ വയസ്സിലാണ് ഒരു വീട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കി കൂടിയത്. ഞാന് 30-ാമത്തെ വയസ്സിൽ എനിക്ക് വീടായി. എന്റെ വാപ്പായുടെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു എതള് അതിലിട്ടിട്ട് എല്ലാവർക്കും കൂടി ഒരു കഞ്ഞിയും ഒരു ഭക്ഷണവും ഒക്കെ കുടിച്ച കാലമുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു പറയാണ്, നിങ്ങൾ ചോദിച്ചത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തെങ്ങാനും എണ്ണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. കഴിയുമോ സഹോദരിമാരെ, സഹോദരങ്ങളെ? എത്രമാത്രം അനുഗ്രഹങ്ങളാ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ മക്കള്, നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങള്, നമ്മുടെ അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ഓരോ സുഹൃത്തുക്കളും ഓരോരുത്തരും ആസ്വദിക്കുന്ന നിഅമത്തുകളെ നമ്മളൊന്ന് എണ്ണാൻ തുടങ്ങിയാൽ വേണ്ട, നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് മടങ്ങിയിട്ട് നമ്മൾ സ്വന്തം ആസ്വദിക്കുന്ന നിഅമത്തുകളെ കുറിച്ച് മാത്രം നമ്മളൊന്ന് എണ്ണാൻ തുടങ്ങിയാൽ ഏതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയുക? ഇല്ല, കഴിയില്ല. നമ്മുടെ കണ്ണ് കാണുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, ബുദ്ധി അല്ലാഹു തന്നിട്ടുണ്ട്, ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ആരോഗ്യം മാത്രം മതി.
അൽഹംദുലില്ലാ എന്ന് നിരവധി തവണ പറയാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരോഗ്യം മാത്രം മതി. ആരോഗ്യം ഉണ്ടായിട്ടല്ലേ പള്ളി പോയി, ആരോഗ്യം ഉണ്ടായിട്ടല്ലേ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചത്, ആരോഗ്യം ഉണ്ടായിട്ടല്ലേ ഈ നടന്നു പോയത്. യുവാക്കളെ, നിങ്ങളും ശ്രദ്ധിക്കണം. പടച്ചോൻ നൽകിയ ഈ ആരോഗ്യമുണ്ടല്ലോ, അതുള്ളത് കൊണ്ടാ നമുക്ക് ചീറിപ്പാഞ്ഞു പോകാൻ, വിചാരിക്കുന്നിടത്ത് നമുക്ക് പോകാൻ, എന്റർടൈൻമെന്റ് നമുക്ക് പോകാൻ, ടെറഫിലേക്ക് നമുക്ക് പോകാൻ, ടൂർ നമുക്ക് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ നിഅ്മത്തുള്ള അള്ളാഹു തന്ന നിഅ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത് മുഴുവനും നൽകിയിട്ടുണ്ട്. നീ എണ്ണാൻ ശ്രമിക്കേ, അള്ളാഹ് തന്ന നിഅ്മത്തിനെ നീ ഒന്ന് എണ്ണിക്കണക്കാക്ക്, എന്നാൽ നിനക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് ആ ആയത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? നമ്മൾ കേട്ടതല്ലേ, ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിച്ചോ ഇങ്ങനെ പറയണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമ്മുടെ മനസ്സ് അറിയുന്ന റബ്ബ്, ഉറപ്പല്ലേ? ആ റബ്ബ് സൃഷ്ടിച്ച സൃഷ്ടികൾ എന്ന നിലയ്ക്ക് നമ്മളെ പറ്റി റബ്ബിനറിയാം. അതുകൊണ്ട് റബ്ബ് പറയാ, ഇങ്ങനൊക്കെ കൊടുത്താലും അച്ചങ്ങൈമാര് അവര് നന്ദികേട് കാണിക്കും. അതുകൊണ്ട് റബ്ബ് പറയാ, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യർ ലവലൂമുൻ കഫാർ, അങ്ങേയറ്റത്തെ അക്രമം ചെയ്യുന്ന അവിശ്വാസികളായി തീരുന്ന ആളുകൾ തന്നെയാണ്. ഈ നിഅ്മത്തുകൾക്ക് നന്ദി കാണിക്കാത്ത ആളുകളാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, പടച്ചോനെ, ആ വാലിമ് ഞാനായിട്ടുണ്ടാകുമോന്ന് ഉണ്ടോന്ന് നോക്കി ആലോചിക്കുക. എത്ര നമ്മൾ നന്ദി കാണിച്ചു എന്ന് നോക്കുമ്പോഴാണ് പടച്ചോൻ പറഞ്ഞ ആ ആയത്തിന്റെ അവസാനം പറഞ്ഞ അക്രമികളുടെ കൂട്ടത്തിൽ പടച്ചോനെ ഞാനായിപ്പോവോ എന്ന് തോന്നുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് സമാധാനം ലഭ്യമാകാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമാണെങ്കിൽ, ആ ബോധ്യത്തിൽ നിന്ന് വരേണ്ട രണ്ടാമത്തെ സംഗതിയാണ് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ വിശ്വാസ രംഗത്ത് നിന്ന് പോലും നമ്മൾ വഴിതെറ്റിപ്പോകും. എപ്പോ നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നന്ദികേടിന് പകരം നന്ദികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ നന്ദികേടേതാ? സൃഷ്ടാവായ റബ്ബിനെ ഒഴിവാക്കി സൃഷ്ടികളായ ആളിലേക്ക് അഭയം ചെയ്യാം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഉൾക്കൊണ്ട ആളുകളാണ്. ഒരു പ്രദേശത്തുള്ള മറ്റുള്ള വീടുകളൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് വിശദമായി പറയാമായിരുന്നു. ഇവിടെ നമ്മൾ ഈ ആശയം ഉൾക്കൊണ്ട ആളുകൾ എന്ന നിലയ്ക്ക് ദീർഘിപ്പിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏറ്റവും വലിയ നന്ദികേട് എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടാവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് പറഞ്ഞു കൊടുത്ത വാചകം. അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥനയും വഴിപാടുകളും അർത്ഥനയും തേട്ടവുമെല്ലാം അല്ലാഹുവല്ലാത്ത ആരെങ്കിലും, അത് ജിന്നാവട്ടെ, മലക്കാകട്ടെ, ഏതെങ്കിലും വലിയാകട്ടെ, ഏതെങ്കിലും ഖബറിലെ ഷെയ്ഖാകട്ടെ, ഏതെങ്കിലും നാട്ടിലുള്ള ബീബിയോ തങ്ങളോ ആരാവട്ടെ, അവരിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്ന് വിട്ട് അവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത്, അതിലൂടെ അള്ളാഹുവിലേക്കുള്ള തട്ടം, അത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും അധികം നന്ദിയുള്ള ആളുകൾ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിനെ മാത്രം ഓർക്കുകയും അള്ളാഹു തന്ന മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ സ്മരിക്കുകയും ചെയ്യുന്ന ആളുകളായി തീരുക എന്ന് പടച്ച തമ്പുരാൻ അള്ളാഹുവും പ്രവാചകനും നമ്മളെ ഉണർത്തിയത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. അത് ഒന്നുകൂടി വിശ്വാസികൾ എന്ന നിലയ്ക്ക് അതിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു സംഗതി, നമുക്ക് എല്ലാ സമയത്തും പടച്ചോൻ കാണുമെന്ന ബോധ്യവും വേണം. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോ ഗെറ്റ് ടുഗദർ ഒക്കെ അങ്ങനെ കൂടിയപ്പോ പഴയ കാലത്തുള്ള ആളുകളുടെ ഒക്കെ ബന്ധം പുതുക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഏർപ്പാടാ. പക്ഷെ ഇപ്പൊ എന്താ ഉള്ളത്? ഇപ്പൊ ആ ബന്ധങ്ങൾ സ്വകാര്യ ബന്ധങ്ങളായി മാറി. പടച്ച തമ്പുരാനെ പോലും മറന്നുകൊണ്ട് പോകുന്ന ബന്ധങ്ങളിലേക്ക്, നമ്മുടെ കുടുംബകങ്ങളിലേക്ക് വരികയാണ് പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ.
അനാവശ്യ ബന്ധങ്ങൾ വരുമ്പോ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു മുജാഹിദുകാരൻ അവന്റെ ജീവിതത്തിലേക്ക് ആദ്യം ഓടി വരേണ്ട എന്താ? ഈ ബോധ്യം, ഞാൻ റബ്ബിലാണ് അഭയം. എന്റെ സൃഷ്ടാവ്, എന്നെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണും. ഒരൊറ്റ ഇമോജി, ഒരു മോശപ്പെട്ട ഒരു ഇമോജി എന്റെ ഫോണിലേക്ക് വന്നാൽ അത് അപ്പൊ ഡിലീറ്റ് ആക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിനക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയൂ. പടച്ചോനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കണം. മൂന്നാമത്തെ സംഗതിയാ പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടി. എന്ത്? അസ്മാഉ വസിഫാത്തുകൾ ധാരാളമായി പഠിപ്പിക്കണം. ആരെ? മക്കളെ. നമ്മുടെ മക്കൾ പോകുന്ന ക്യാമ്പസിൽ നമുക്കറിയാം, ആ ക്യാമ്പസിലേക്ക് പോകുന്ന ഓരോ വഴിയിലും അവിടെയുള്ള പിയർ ഗ്രൂപ്പും സംസാരിക്കുന്നത് തന്നെ എന്തിനാ? ഈ കെട്ടിപ്പൂട്ടിയ ഈ ഒരു അതിർവരമ്പുകളുള്ള എല്ലാം ഇങ്ങനെ നിർണിതമായ ചില നിയമങ്ങൾക്കുള്ളിൽ പെടാപ്പാടുപെട്ട് ജീവിക്കുന്നത് എന്തിനാ പെണ്ണ് എന്ന് പെണ്ണിനോട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ. അപ്പം ഇങ്ങനെ തോന്നുന്നു നമ്മളെ മക്കൾക്ക് പറഞ്ഞതുപോലെ ശരിയാ, വല്ലാത്തൊരു കുടിസതയാണ്. അവിടെ നോക്കാൻ പാടില്ല, ഇവിടെ കാണിക്കാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അവിടേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ കുറെ നിയമങ്ങളാണല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പറഞ്ഞു കൊടുക്കണം. ഇത് ദുനിയാവാ, ഇത് ദുനിയാവാ. എന്താ ഈ ദുനിയാവിന്റെ പ്രത്യേകത? ഇത് പരീക്ഷണാലയാണ്. ഇത് പരീക്ഷണാലയമാണ്. അതുകൊണ്ട് റബ്ബിന്റെ പരീക്ഷണത്തിൽ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാ നമ്മള്. അവിടെ റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധ്യം വേണം. ആ റബ്ബ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബ് പതിയിരുന്ന് നോക്കുന്നവനാ, എന്റെ റബ്ബ് പതിയിരുന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നവനാ. മോനോട് പറയാൻ പറ്റണം. ഓളെ ക്യാമ്പസിൽ പോകുമ്പോ ഇപ്പച്ചൂല്ല മെച്ചൂല്ല, കുടുംബക്കാരുമില്ല, ആരുമില്ലെങ്കിലും എനിക്ക് പ്രശ്നമുണ്ട്. എന്താ? എന്നെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണും, എന്നെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണും. അതുകൊണ്ട് ആ റബ്ബിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഞാനില്ല നോ എന്ന് പറയാൻ നമ്മുടെ പെൺകുട്ടിക്ക് കഴിയണം, നമ്മുടെ ആൺകുട്ടിക്ക് പറയണം. ലഹരിയിലേക്കും മദ്യമയക്കുമരുന്നുകളുടെ ലോബി സ്കൂളുകൾക്ക് ചുറ്റിലും ക്യാമ്പസുകൾക്ക് ചുറ്റിലും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ തന്റെ മകന്റെ നേരെ വരുമ്പോ ആ മകന് പറയണം, ഇതൊക്കെ അള്ളാഹു വെച്ച ഹദ്ദുകളാണ്, ഈ ഹദ്ദ് മുറിച്ചു കിടക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അവിടേക്ക് അള്ളാഹുവിന്റെ നോട്ടമുണ്ട്, അള്ളാഹുവിന്റെ ശ്രദ്ധയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന റബ്ബ് മിൻ ഹബിലിൽ വരീദ്, എന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാ. അതുകൊണ്ട് ആ റബ്ബിനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഞാനില്ല എന്ന് പറയാൻ നമ്മുടെ കുട്ടിക്ക് കഴിയണം. പിയർ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റാന്നുള്ള വലിയൊരു സംഗതിയാണ്. അങ്ങനെ പറയാൻ കഴിഞ്ഞോളല്ല. അതിന് കഴിയണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെ മക്കളെ അങ്ങനെ വളർത്തണം. എങ്ങനെ? നമ്മളെ മക്കൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യത്തിന്റെ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വാസരംഗത്തെ കൃത്യമായ അസ്മാഉ വസിഫാത്തുകളെ സംബന്ധിച്ചുള്ള ബോധ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അസ്സമീഉ അൽ ബസീർ എന്നതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. പണ്ടൊക്കെ അതിനെ പറ്റിയുള്ള ഇഷ്ടം പോലെ പഠനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ പഠനം കുറവാ. അതുകൊണ്ട് മക്കൾക്ക് ചെറിയൊരു കിട്ടുമ്പോഴേക്കും അവര് മാറുകയാണ്. എന്നിട്ട് ചില രക്ഷിതാക്കൾ വന്ന് പറയാണ്, ഞങ്ങളിപ്പോ ഓനോട് പറഞ്ഞാല് അവൻ ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓരോ രക്ഷിതാക്കളും അധ്യാപകരുടെ മുമ്പിൽ വന്നിട്ട് തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അവനോട് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് തട്ടിക്കയറാണ്. ഇപ്പോ ഒരു രക്ഷിതാവ്, നാട്ടിലുള്ള പല കുട്ടികളെയും പേടിപ്പിച്ചിരുത്തിയ രക്ഷിതാവ്, അദ്ദേഹം പറയാണ്, ഞാൻ പല കുട്ടികളെയും നന്നാക്കിന്, പക്ഷെ എന്റെ മകൻ വളർന്നു വന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തിയപ്പോ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞപ്പോ, ഇല്ലപ്പിച്ച് ഞാൻ എങ്ങനെ പോയാൽ എന്താ, നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചപ്പോ എന്റെ എല്ലാം ഐസായി പോയി. പിന്നെ ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, കുട്ടികൾക്ക് നേരെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അവരോട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, മോളെ നമുക്കിത് തന്ന റബ്ബ്, ആ റബ്ബിനെ മറന്നുകൊണ്ട് മോനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ആ
ബോധ്യം ഒരു വകതിരിവ് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ആദ്യം കൊടുക്കേണ്ടത് ഈ ബോധ്യമാണ്. ലുക്മാനുൽ ഹക്കീം ചെയ്ത അതാണ്. ആ വകതിരിവ് വരുമ്പോ കുറച്ച് ചെയ്യട്ടെ. അത് MSMന്റെ ഹൈസെക്കിന് വേണ്ടി വിളിക്കാൻ പോയപ്പോ ഒരു രക്ഷിതാവ് ഈ അടുത്ത് ആ രക്ഷിതാവ് തന്നെ ഞങ്ങളോട് പറഞ്ഞു, അവനെ ഒന്ന് നിങ്ങൾ വിളിക്കണം. അന്ന് ഹൈസെക്കിന് വിളിച്ചപ്പോ അന്ന് രക്ഷിതാവ് പറഞ്ഞു പഠിക്കാനുണ്ട്. നമ്മൾ വിളിക്കുന്നത് പൂജാ ഹോളിഡേയ്സിൽ ഒരു പുസ്തകവും എടുക്കാത്ത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരു പുസ്തകവും എടുക്കാത്ത സന്ദർഭത്തിലാ MSM ഹൈസെക് പ്രഖ്യാപിക്കാറ്. ആ 2 ദിവസം അന്ന് കോച്ചിങ് സെന്ററുകൾ വരെ അടക്കും. കാരണം പുസ്തകം എടുക്കാൻ പറ്റൂല. എന്നിട്ട് പോലും രക്ഷിതാവ് വിളിച്ചപ്പോൾ പറഞ്ഞ് അവന് പഠിക്കേണ്ടത്. ശരിയാ, പഠിക്കണം. പക്ഷേ ആ കുട്ടി പഠിച്ച് ഇന്ന് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം വാങ്ങുന്ന കുട്ടിയാ. അപ്പോ രക്ഷിതാവ് എന്ന് പറയാണ്, ഓന് പുറത്തൊക്കൊന്നും ഇറങ്ങില്ല, കല്യാണ അന്വേഷണം വരുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കില്ല. നിങ്ങൾ അവനോട് പോയി സംസാരിച്ചിട്ട് ഇതിലൊക്കെ ഒന്ന് കൂടാൻ പറയുന്നു. ഞങ്ങൾ പോയി സംസാരിച്ചപ്പോ അവൻ പറയാണ്, നിങ്ങൾക്ക് എന്താ കഥ ഉണ്ടോ? നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ട്, എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല ജോലിയുണ്ട്, നിങ്ങളൊന്നും ആവശ്യമില്ല. നോക്കൂ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവന് ഒരു ഭൗതിക ലോകത്തിലേക്ക് അങ്ങനെ പോയിരിക്കാണ്. ആസ്വാദനങ്ങളുടെ ലോകത്താണ് അവനുള്ളത്. സാമൂഹിക പ്രതിബദ്ധത അവനില്ല. അവന് സ്വന്തം കുടുംബത്തിലെ അവന്റെ സുഖം മാത്രം ആസ്വദിച്ചുകൊണ്ട് പോകണം എന്ന കാഴ്ചപ്പാടുകാരനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല? ആ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ കിട്ടൂല. അതുകൊണ്ടാ ലുക്മാനുൽ ഹക്കീം വകതിരിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ആ കഥ ഒക്കെ നിങ്ങൾക്കറിയാം. നല്ല ഒരു ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. ചീത്ത ഇറച്ചി വാങ്ങിക്കൊണ്ടുവരാൻ കൊണ്ടുവന്നു. അപ്പൊ മോന് ബോധ്യം വന്നു. ആ ബോധ്യം വന്ന സമയത്ത് ആ മകന് കൊടുത്ത ഉപദേശം എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, കൊടുക്കേണ്ട ബോധ്യം അതാണ്. ആ വാപ്പ കൊടുക്ക, മോനെ വിളിച്ചു, മോനെ യാ ബുനയ്യ, നോക്കി ആ വിളി നോക്കി. ഇപ്പച്ചിന്റെ പൊന്നാര കുട്ടി, ആ ഇപ്പച്ചും മോനും തമ്മിലുള്ള റിലേഷന്റെ ആ ഒരു റിലേഷന്റെ ആ ഒരു ബന്ധം, ആ ഗാഢതയാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മൊഡ്യൂൾ തന്നെ ഉണ്ട്. നിങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളോട് അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല അടുപ്പത്തിൽ അവരോട് ഫ്രണ്ടായി കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇന്ന് അതൊരു ഒരു വലിയൊരു സിദ്ധാന്തമായി കൊണ്ടുവന്ന് അത് അപ്ലൈ ചെയ്യാൻ പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന്മാർ അവരുടെ മക്കളോട് കാണിച്ച സമീപനം അത് കഥയായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാ? നമ്മുടെ കുടുംബത്തിൽ അത് അപ്ലൈ ചെയ്യാനാ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിന്റെ സംഭവം നോക്കി. അവിടെ ബാപ്പയും മോന്റെ സംസാരം എന്താ? അത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ അതേ ബാപ്പനോട് മോന് സംസാരിക്കുന്നത് ഒരു സ്വപ്നം കണ്ട കഥ ഇപ്പച്ചിനോട് ഇങ്ങനെ രാവിലെ തന്നെ പറയാ. അപ്പൊ ഇപ്പനോട് പറയാൻ മാത്രം ഒരു ബന്ധം മകനും ഉപ്പയും തമ്മിലുണ്ട് എന്നർത്ഥം. ആ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയാ? ഒരു വാപ്പനോട് സംസാരിക്കാൻ ഞാനിപ്പോ ഈ വിഷയം എന്റെ ഉപ്പച്ചിനോട് പറയാൻ, അപ്പൊ ഉപ്പന്റെ ഒരു പ്രതികരണം എന്തായിരിക്കും? മൂപ്പർക്ക് ഇപ്പൊ അതൊന്നും അത്ര വലിയ കാര്യമാവൂല എന്നാണെങ്കിൽ ആ കുട്ടി വാപ്പനോട് സംസാരിക്കോ? ഇല്ല. എന്നാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നാണ്. അപ്പോ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട്. അപ്പൊ മോനോട് യാ ബുനയ്യ ലാ തഖ്സുസ്, അങ്ങട്ട്. അപ്പൊ ഇപ്പനോട് യാ അബത്തി എന്ന് വിളിച്ചപ്പോ യാ ബുനയ്യ, ആ രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കി. ഈ റിലേഷൻ ഉണ്ടാവണം, അതിനു വേണ്ടിയാ ആ കഥ അവിടെ പഠിപ്പിച്ചത്, അല്ലാണ്ട് വെറുതെ പഠിപ്പിച്ചല്ല. മക്കളും നമ്മളും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ടാണ്. ഇപ്പൻ അവിടെ കണ്ടാ മക്കൾ ഓടും. ഇപ്പനോട് എന്തോ പറയാൻ പറ്റുമോ? എന്നിട്ട് ഉമ്മച്ചിന്റെ അടുത്ത് പോയി പറയും, ഉമ്മ നിങ്ങൾ പറഞ്ഞു നോക്കിയെന്ന്. എന്നിട്ട് മൂപ്പത്തി എങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവരാ. ബാപ്പനോട് നേരിട്ട് ചോദിക്കാൻ മകന് കഴിയുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ ലുക്മാനുൽ ഹക്കീം തന്റെ മകന് ആ ബന്ധത്തോടു കൂടി നിൽക്കുന്ന ആ മകനെ, മോനെ ഇനി നീ പോവാണ്, പുറത്തൊക്കെ പോവാണ്, ഇപ്പച്ചിന്റെ കുട്ടി ഇനി അങ്ങാടിക്ക് പോവാണ്, പിയർ ഗ്രൂപ്പിലേക്ക് തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ്, ഇനി ഇപ്പച്ചി കിട്ടിക്കൊള്ളുമല്ല. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇപ്പച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാ. മോനെ, ഈ ഒരു ബോധ്യം മാത്രം നിനക്ക് മതി. മോനോട് നമ്മൾ പറയാനുള്ളതാ.
എന്താ പറയാനുള്ളത്? മോനെ, ഇത് ചെയ്യാൻ പോണ തെറ്റില്ലേ? അത് ചിലപ്പോ നിന്റെ വാട്സപ്പിൽ മാത്രമേ, നിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മാത്രമേക്കും അത് നീ ചെയ്യുന്ന തെറ്റ്. അത് ഒരു കടുക് മണിയുടെ അളവോളം ഉള്ളൂ. അത്ര നിസ്സാരമാണെങ്കിലും അത് ആകാശത്തിനുള്ളിലോ ഭൂമിക്കടിയിലോ എവിടെയെങ്കിലും നീ ഒളിപ്പിച്ചു വെച്ചാലും അത് അള്ളാഹു കൊണ്ടുവരും. പാസ്വേഡ് ഇട്ട് ചില ആൾക്കാരുടെ PC, പേഴ്സണൽ ഡിവൈസ് ഒന്നും പബ്ലിക്കിൽ വെക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ കാറ് സഞ്ചരിച്ചപ്പോ മനസ്സിലായി, അവൻ ഭയങ്കര മിണ്ടുന്നില്ല, അവൻ ഭയങ്കര ബേജാറില്ല. അപ്പൊ എന്താ വെച്ചപ്പോ അവന്റെ മൊബൈൽ വീട്ടിൽ വെച്ച് മറന്നുപോയി. മൊബൈൽ വീട്ടിലല്ലേ, എന്ത് പേടിക്കുന്ന വീട്ടിലുണ്ടല്ലോ. അല്ല, അതെങ്ങാനും ഭാര്യ തുറന്നാൽ, അതെങ്ങാനും ഞാനല്ലാത്ത മറ്റാരെങ്കിലും ഒന്ന് എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പരിശോധിച്ചാൽ എന്താ അതിനെത്ര പേടി? പേടിണ്ട്. വേണ്ടാത്ത ചാറ്റിങ്ങുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും നമ്മുടെ ഡിവൈസുകൾ പബ്ലിക്കിൽ വെക്കാൻ പേടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ടാ? ഈ ബോധ്യമില്ല. അതുകൊണ്ടാ പാസ്വേഡ് വെച്ച് ആ ചില പാറ്റേണുകളൊക്കെ എത്ര ക്രാക്ക് ചെയ്താൽ കിട്ടൂല. ചില കുട്ടികളെ പാറ്റേൺ നമ്മൾ മൊബൈൽ പിടിക്കുമ്പോ ചിലത് നമ്മൾ അത്ര പറഞ്ഞാലും അവർ തുറന്നുതരിക. അപ്പം നമ്മളൊന്ന് ചരിച്ചു വെച്ച് നോക്കി അവരുടെ പാറ്റേൺ നോക്കും. പക്ഷെ പിടുത്തം കിട്ടാത്ത പാറ്റേണുകളാ. എന്തുകൊണ്ടാ? തുറക്കരുത്, ഒരാളും തുറക്കരുത്. കാരണം എന്റെ ആ ഡിവൈസിനുള്ളിൽ മറ്റൊരാൾ കണ്ടാൽ ലജ്ജിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുണ്ടാവാൻ പാടില്ല. അതാ ആ മോനോട് പറഞ്ഞു കൊടുക്കണം, മോനെ, ഇപ്പച്ചില്ലെങ്കിലും ഇമ്മച്ചില്ലെങ്കിലും ആരുമില്ലെങ്കിലും നീ ആ ചെയ്ത സംഗതി അത് ആകാശത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും, ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും, പാറക്കുള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന ആ ബോധ്യം ആ മകൻ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ സംഗതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് നിരന്തരം ഉണ്ടായി കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ബന്ധങ്ങളെ ചേർക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. നമ്മൾ കുടുംബമായിട്ട് നോക്ക്, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പാർക്കാൻ വരുമായിരുന്നു ആളുകളൊക്കെ. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കാനൊക്കെ പോകുന്ന ഒരു അവസ്ഥ. ഇപ്പൊ അത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇക്കാക്കന്റെ വീട്ടില്, ഇത്താത്താന്റെ വീട്ടില്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീട്ടില്, അനിയന്റെ വീട്ടില്, മൂത്തമ്മാന്റെ വീട്ടില് ഒന്നൊരു സന്ദർശിക്കാനെങ്കിലും പോകുന്ന അവസ്ഥ കുറഞ്ഞു വരികയാണ്. രോഗമായി കഴിയുമ്പോ ജ്യേഷ്ഠന്റെ രോഗം പോലും അനിയൻ അറിയാത്ത സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ടെങ്കിൽ എന്തൊരു മഹാ കഷ്ടമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നോക്കൂ, നമ്മുടെ കുടുംബത്തിലെ, സ്വന്തം കുടുംബത്തിലെ അസുഖം നമ്മൾ പലപ്പോഴും അറിയുന്നത് മൂർച്ഛിച്ചങ്ങെത്തിയപ്പോ ഒരു സുഹൃത്ത് പറയാണ്, അല്ല നിന്റെ അനിയന് ആശുപത്രിയിലാണല്ലോ, ഇത്ര ദിവസമായി. അവൻ അത്ര ദിവസമായോ? എന്നിട്ടാ നമ്മൾ അറിയുന്നത് പോലും. ചിലപ്പോ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇവിടെ നടക്കുന്നത് ആദ്യം അറിയുന്നത് ഗൾഫിലുള്ള ആളാണ്. ഓക്കെ, അങ്ങനെ അത്രമാത്രം ബന്ധങ്ങൾ അകന്നു പോവുക. ഈ ബന്ധം അകന്നു പോകുന്ന ആർക്കാ ഏറ്റവും അധികം ക്ഷീണിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് പലപ്പോഴും കുടുംബത്തിന്റെ ഒന്ന് രണ്ട് തലമുറയുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുപോലും അറിയില്ല. ഇപ്പൊ കുടുംബ സംഗമങ്ങളൊക്കെ ധാരാളം മക്കളുണ്ട്. പക്ഷെ കുടുംബ സംഗമങ്ങൾ വെച്ചാലും ഇത് ആരുടെ മകനാണ്, ആരുടെ മകളാണ്, ഇവനാരാണ്, ഇവളാരാ എന്നൊക്കെ അറിയാൻ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർക്കണം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ബർക്കത്താണ്. ദീർഘായുസ് പോലും കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതാണ്. ആ ആളുകൾ വിശ്വാസമുള്ള, ആഖിറത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളുകൾ അത് ചെയ്യണം. ഫൽയസിൽ റഹ്മഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയതാ. ഒരിക്കലും മുറിച്ചു കളയാൻ പാടില്ല. കാരണം ഇനി ബന്ധം മുറിച്ചു കഴിഞ്ഞാലോ, ഇനി സന്ദർശിക്കുന്നില്ല എന്നത് വലിയൊരു പ്രയാസമാണ്. ഇനി അതിനേക്കാൾ വലിയൊരു അപകടമാണെന്ത്? ചില ആളുകൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധം മുറിച്ചാളും. ഇതാരാ കാണണേ? മക്കൾ ഇങ്ങനെ കാണാണ്. അല്ലപ്പച്ചി നമ്മളെന്താ നമ്മുടെ മൂത്താപ്പനെ കൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഇല്ല, നമ്മൾ പോലുമായിട്ട് അത്ര ലോകത്തിലല്ല. മക്കൾ ഇങ്ങനെ ആലോചിക്കാണ്, എന്താ കാര്യം? ചെറിയൊരു ഭൗതിക കാരണം. ഏതോ പറമ്പ് ഓരി വെച്ചപ്പോ ഒരു ചെറിയ ഒന്ന് അങ്ങോട്ടും മാറി, അതിന്റെ പേരിലാവും.
അല്ലെങ്കിൽ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന ആളുകൾ തമ്മിലുള്ള ഒരു സൗന്ദര്യ പണക്കമാകും, ആ തലയുടെ മന്ത്രമാകും. എന്താ കാരണം? ഭൗതിക കാര്യം, ഭൗതിക നേട്ടം നഷ്ടപ്പെടുന്നതോ ആഖിറമാണ് സഹോദരിമാരെ, ആഖിറമാണ് സഹോദരങ്ങളെ. നോക്കൂ, ആ സിറാത്ത് പാലത്തിന് രണ്ട് കാര്യം അള്ള വെക്കുക, അമാനത്തിനെയും കുടുംബ ബന്ധത്തെയും വെക്കുക. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പിടിച്ചു വലിച്ചിടൂന്ന കുടുംബബന്ധം ചേർക്കാത്തവന് ആ കുടുംബബന്ധത്തിന്റെ അത് അവിടെ വച്ചിരിക്കുന്ന അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന കുടുംബബന്ധത്തെയും അമാനത്തിനെയും അത് രണ്ടും അത് ചേർക്കാത്ത ആളുകളെ പിടിച്ച് നരകത്തിലേക്ക് ഇടുന്ന പറഞ്ഞ് സുബ്ഹാനല്ലാഹ്. നോക്കി, എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ആ സിറാത്ത് പാലത്തിലൂടെ കടന്നങ്ങ് പോകുമ്പോ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന രംഗം ഈ ഒരു കാരണം കൊണ്ടാണെങ്കിൽ നമ്മൾ ആലോചിച്ചു, എത്ര വലിയ നഷ്ടം. ഒന്ന് അമാനത്താണ്, നമ്മളൊക്കെ ഓരോരുത്തരും ഏറ്റെടുത്ത അമാനത്തോട് ഉത്തരവാദിത്തമുണ്ട്, അത് നിർവഹിച്ചില്ല എങ്കിൽ വലിയ കുറ്റമാണ്. രണ്ടാമത്തത് ഈ ബന്ധമാണ്. അതുകൊണ്ട് അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നാം കൃത്യമായി ചേർക്കുക. അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് അഫ്ശു സലാമ ബൈനക്കും വഅത്ഇമു الطعام وصلوا الارحام وصلوا والناس نيام تدخلوا الجنه بسلام. സമാധാനത്തോടെ സ്വർഗ്ഗത്ത് കടക്കണം ഈ കാര്യം ചെയ്താൽ. ഓക്കെ, കുടുംബത്തിലുള്ള സഹോദരങ്ങളെ, ഒരുമിച്ച് കൂടിയ കുടുംബാംഗങ്ങളെ നമുക്ക് സ്വർഗ്ഗത്തിൽ സമാധാനത്തോടെ കടക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു തരാണ്, നിങ്ങള് പരസ്പരം സലാം പറയാം. കണ്ടുമുട്ടുമ്പോ ഒന്ന് മനസ്സ് തുറന്ന് പറയണം. ഇപ്പൊ പലപ്പോഴും സലാം, നമ്മളെ മഹല്ലിലൊക്കെ സലാം പറച്ചിലുണ്ട്. ഇപ്പൊ ഈ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സലാമൊക്കെ പറഞ്ഞ കണ്ടാൽ തന്നെ അറിയാം ഓന്റെ ഉള്ളു നല്ല വന്നെന്ന്. കണ്ട് മുട്ടിയോണ്ട് സലാം പറഞ്ഞ ആൾക്കാർക്ക് കണ്ടിങ്ങനെ നേർ മുട്ടിയോണ്ട് അല്ല, മനസ്സ് തുറന്നിട്ട് സലാം. നിങ്ങൾക്ക് അള്ളാന്റെ സമാധാനം ഉണ്ടാകട്ടെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ഓന സമാധാനം ഒന്നും കിട്ടേണ്ടതില്ല എന്നുള്ള നിലക്കുള്ള അത് സലാമല്ല. അസ്സലാമു അലൈക്കും എന്ന് ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സലാം പറയുക. ഭക്ഷണം, ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് കൊടുക്കുക, അതുപോലെ ബന്ധങ്ങൾ ചേർക്കുക, അതുപോലെ രാത്രി നമസ്കാരം നമ്മൾ പതിവാക്കുക. തഹജ്ജുദ് നമസ്കാരം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ നമസ്കാരം പതിവാക്കിയാൽ സലാം നമുക്ക് കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുണ്ടാകണം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട, വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടാൻ, നമ്മുടെ ഏറ്റവും നല്ലൊരു കുടുംബമായി തീരാൻ നമ്മുടെ വീട്ടിൽ വേണ്ട നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഏറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അത് ദീർഘിപ്പിച്ച് പറയണ്ട, നമുക്ക് ചെയ്യുന്നതാണ്. ഉപ്പാന്റെ ഉമ്മാന്റെ ഒരു സ്നേഹമല്ലാതെ, ഞാനിപ്പോ ഈ ഇന്നലെ മെനിയാന്നൊരു നിക്കാഹ് ഖുത്ബ നടത്തുന്ന സന്ദർഭത്തിൽ, ആ ഖുത്ബക്ക് പോകുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾ വിളിച്ചാല് അവരെ ഞങ്ങളങ്ങ് കൂട്ടിച്ചേർത്ത് കൊടുത്തണ്. ഒരു താല്പര്യമില്ലാതെയാണ് രക്ഷിതാവിന്റെ ഒപ്പോള്. എന്താ ചോദിച്ചു? അതെച്ചാൽ ഓള് കണ്ടെത്തിയാണ്, ഓളോന്റെ കൂടെ പോകുന്നറിയണ്, ആ പോട്ടെ അങ്ങനെ വെച്ചാൽ കല്യാണം കഴിച്ചാണ്. ആ രക്ഷിതാവിന് ഒരു താല്പര്യമില്ല, ആ ഉമ്മാക്ക് ഒരു തൃപ്തിയില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഉമ്മാന്റെ ഉപ്പാന്റെ തൃപ്തി ഇല്ലാതെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതിന് ബർക്കത്തില്ല. ഒളിച്ചോടാൻ നിൽക്കുന്ന, അല്ല അഭിഹിത ബന്ധങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന അവരൊക്കെ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിവാഹം, ഒരു കുടുംബ ജീവിതത്തിന്റെ ആരംഭമാണെങ്കിൽ അതിലാ ബർക്കത്ത്. അപ്പോൾ ആൾക്കാർ പ്രാർത്ഥിക്കുക, ബാറക്കല്ലാഹു ലക്കുമാന്. പ്രിയപ്പെട്ടവർ, അത് കിട്ടണ്ടേ? അതിന് വാപ്പാന്റെ ഉമ്മാന്റെ തൃപ്തിയാണ്, അത് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി അവർക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. റിളല്ലാഹു ഫീ റിളൽ വാലിദൈനി എന്നാണ്. അള്ളാന്റെ തൃപ്തി പോലും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അത് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഞാൻ അത് ദീർഘിപ്പിക്കുന്നത് ഒരുപാട് പറയേണ്ട ഭാഗമാണ്, നമുക്ക് അറിയുന്നത് കൊണ്ട് മാത്രം അവിടെ ചുരുക്കുകയാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തി കരസ്ഥമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇനി അടുത്തൊന്ന് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് അള്ളാന്റെ റസൂലിനെയാണ്. ഇപ്പൊ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു സന്ദർഭമാണ്. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് പെട്ടെന്ന് എന്തോ ബോധോദയം വന്നതുപോലെ ചില നാടുകളിൽ പോയാൽ വല്ലാത്തൊരു അലങ്കാരമാണ്. എന്താ ഈ അലങ്കാരം എന്ന് ചോദിച്ചാൽ പുണ്യ റബീഇന് സ്വാഗതം എന്നാണ്. നോക്കി, അള്ളാന്റെ റസൂൽ ജനിച്ച മാസത്തിൽ ഒരു പ്രത്യേകമായ ഒരു വരവേൽപ്പ്.
എന്നാൽ വിശ്വാസികൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് എന്നും സ്നേഹിക്കും. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും. എന്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാ, ഞാൻ ആ പ്രവാചകനെ സ്നേഹിക്കുന്നത് കൊണ്ടാ ആ നബി പറഞ്ഞതുപോലെ ഞാൻ എഴുന്നേൽക്കുന്നത്. ഇത്തിബാഉർ റസൂൽ, അതാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു മാസം അള്ളാഹുവിനെ റസൂലിനെ ഓർത്ത് അല്ലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ് അതല്ല പ്രവാചക സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്നില്ല. ആ പ്രവാചകനെ എന്നും സ്നേഹിക്കേണ്ട പ്രവാചകനെ, ആ പ്രവാചകനായിരിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ റോൾ മോഡൽ. ഇപ്പൊ ഇന്ന് അതല്ലാത്തത് എന്താ? വെള്ളിത്തിരയിലുള്ള ഒരുപാട് ആളുകളെ റോൾ മോഡലാക്കിയിട്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ജീവിച്ചോളിൻ. അപ്പോ നമ്മുടെ മക്കളും ഹെയർ സ്റ്റൈൽ മാറി, നമ്മുടെ മക്കളെ ഡ്രസ്സിന്റെ സ്റ്റൈല് മാറി, അവിടെ സംസാരം മാറി. ചില ആളുകളുടെ സംസാരം ചില നടന്മാരുടെ സംസാരം പോലെയാ. എന്താ? എന്റെ റോൾ മോഡൽ അദ്ദേഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് വിളിച്ചത് എവിടേക്കാണ് എന്ന് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾ പറയുന്നു ആ വാർത്ത മതിയാക്കൂ, ആ വാർത്ത മതി എന്ന് ആളുകൾ പറയുകയാണ്. ചീഞ്ഞു നാറുന്ന കുടുംബങ്ങളിലെ ചീഞ്ഞു നാറുന്ന വർത്തമാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുമ്പോ കുടുംബങ്ങൾ പറയാണ് ആ വാർത്ത മതി. ഞങ്ങളുടെ കുട്ടികൾക്ക് പോലും തുറന്നു വെക്കാൻ പറ്റാത്ത വിധം ഏറ്റവും വൃത്തികെട്ട ചീഞ്ഞു നാറുന്ന തുപ്പത്തൊട്ടിയിൽ നിന്ന് അത്തരം വർത്തമാനങ്ങൾ മാത്രമേ കേൾക്കുമെന്ന് നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം ചീഞ്ഞു നാറുന്ന വർത്തമാനം കേൾക്കുന്നു. എന്താ അവര് ചെയ്തെന്താ? അവര് റോൾ മോഡൽ ആക്കിയുള്ളത് പലരെയുമാണ്, പാശ്ചാത്യരെയാണ്. ആ പാശ്ചാത്യരുടെ റോൾ മോഡലിലേക്ക് നമ്മളെ കുട്ടികളെ വിളിച്ചപ്പോൾ നമ്മളും വിചാരിച്ചു അതായിരിക്കും നല്ലതെന്ന്. എന്താ അവിടെ ഉള്ളേ? അള്ളാനെ പേടിയില്ലാത്ത ആളുകൾക്ക് വരാൻ പോകുന്ന അപജയങ്ങൾ മുഴുവനും അവിടെ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ റോൾ മോഡൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ. അതുകൊണ്ട് ആ പ്രവാചകനെ റോൾ മോഡലാക്കുന്ന ഒരാളായി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് മക്കത്ത് ജനിച്ച് മദീനത്ത് മരണപ്പെട്ടു പോയ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് എന്നെ നോക്കിക്കോ. ആ പ്രവാചകന്റെ സംസാരം സത്യസന്ധമായ സംസാരമാണ്, അതെന്റെ സംസാരത്തിൽ ഉണ്ടാകും. ആ പ്രവാചകന്റെ വേഷം സത്യസന്ധമായി അല്ലാഹു പറഞ്ഞിരിക്കുന്ന ആ അളവും ആ രൂപത്തിലുമുള്ള വേഷമാണ്, അതെന്റെ വേഷത്തിൽ നിങ്ങൾക്ക് കാണാം. ആ പ്രവാചകൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോ, സമൂഹത്തിൽ ആ പ്രവാചകൻ ഇടപെട്ടപ്പോ പ്രവാചകൻ കാണിച്ച സൂക്ഷ്മതയുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം. അഷ്ഹദു ഞാൻ സാക്ഷിയാണ്. അത് നമ്മൾ പറഞ്ഞപ്പോ അയൽപക്കത്തുള്ള പെണ്ണുങ്ങൾ നോക്കിയാല് നിങ്ങൾ ഇങ്ങനെ മഫ്തട്ട് എല്ലാ നഗ്നതകളും മറച്ച് ഇങ്ങനെ പോകുമ്പോ ആ പെണ്ണെന്താ ഇങ്ങനെ പോണേ എന്ന് പറയുമ്പോ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ പഠിപ്പിച്ചതാണിത്. അതുകൊണ്ട് എനിക്ക് ആ മാതൃക മതി എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾക്ക് റോൾ മോഡൽ പ്രവാചകനാകണം. നിങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം അല്ലാഹുവിന്റെ റസൂലിനെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിലാണ് മോളെ, അല്ലാഹുവിന്റെ റസൂലിലാണ് മോനെ ഏറ്റവും നല്ല മാതൃകയുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് കഴിയണം. അതിന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും കളിയാക്കിയാൽ അത് ഭൗതിക ലോകത്തെ കളിയാക്കലുകളാണ്, ഭൗതിക ലോകത്തെ കൊച്ചാക്കലുകളാണ്, അത് അല്പനേരത്തെ ഇൻസെന്റായ സംഗതികളാണ്. നമുക്ക് വേണ്ടത് ശാശ്വതമായ പരലോകമാണ്, അവിടുത്തെ വിജയമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നുകൊണ്ട് റസൂലിന്റെ കൂടെ സ്വർഗം വാങ്ങലാണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാചകനെ മാതൃക ാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, ആ പ്രവാചകൻ പറഞ്ഞു ജീവിച്ചതുപോലെ, പ്രവാചകൻ പറഞ്ഞതുപോലെ ആ പരിധിയിൽ നിന്ന് ജീവിക്കാൻ, അതിഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുക എന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ശ്രമിക്കണം. നമ്മളിൽ മാതൃക ഉണ്ടാവണം.
രക്ഷിതാക്കൾ നിലക്ക് നമുക്ക് മാതൃക ഉണ്ടാവും. നമ്മൾ കളവറിയുന്ന ഒരാള് ബാപ്പച്ചി ഇപ്പച്ചി ഇങ്ങനെ കളവറിയ ഏത് ഫോൺ വിളിക്കുമ്പോ അല്ലെ പലരും പറയാറുണ്ടല്ലോ, മക്കളോട് പറയും നിങ്ങൾ പറയണ്ട ഇപ്പച്ചി ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയണ്ട. മോൻ തന്നെ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഇപ്പച്ചി ഇവിടെ ഉണ്ടായിട്ട് ഇപ്പച്ചി പറയണ്ട ഇപ്പച്ചി ഇല്ല. മക്കള് തന്നെ കാണേ നമ്മൾ കളവ് പറയാ. മക്കള് കാണ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, മക്കള് കാണ് അയൽപക്കത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾ നിൽക്കുന്ന സദസ്സിൽ നിന്നുകൊണ്ട് നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോ ഗീബത്തും നമീമത്തും ഒക്കെ നമ്മളിങ്ങനെ പറയുക, മക്കളതിങ്ങനെ കേൾക്കുക. അപ്പോ അവരിങ്ങനെ മനസ്സിലാക്കും നോളജ് കൺസെഷൻ. അവരിപ്പോ എന്ത് ചെയ്യാൻ ഇപ്പൊ പുതിയ തിയറി പ്രകാരം എന്താണ് നോളജ് ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്യാണ്, നിർമ്മിക്കാണ്, ജ്ഞാന നിർമ്മിതിയാണ്. ഇപ്പച്ചും ഉമ്മച്ചും ഇങ്ങനെയാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല, ഒരു പഠിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, റസൂലിനെ മാതൃകയാക്കണം എന്ന് പറയുമ്പോ ആ മാതൃക ആദ്യമായി ഉണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടുകളിലാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ ഈ യഥാർത്ഥ വഴിയിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ല കുടുംബമായി നമുക്ക് മാറാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, നമ്മളും നമ്മുടെ കുടുംബവും രക്ഷപ്പെടണം. എവിടുന്ന് ഈ കഷ്ടപ്പാടും ഈ പ്രയാസമൊക്കെ നമ്മൾ സഹിക്കുന്നതിനാ? ഈ ഭൂമി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു പരീക്ഷണവും ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. എന്തെങ്കിലും നിലക്കുള്ള ഒരു പരീക്ഷണം നമ്മളൊക്കെ അനുഭവിക്കേണ്ടത്, ദുനിയാവായോണ്ട് അനുഭവിക്കണം. നമ്മൾ വിശ്വാസരംഗത്ത് ശക്തമായിട്ടുണ്ട്, നല്ല പരീക്ഷണം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും സന്തോഷങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിനാ? നാളത്തെ ജീവിതം കിട്ടാൻ. നാളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ സമാധാനത്തോടുകൂടി അള്ളാഹുവിന്റെ ആ വിചാരണക്കെടുക്കുന്ന സന്ദർഭത്തിൽ ഇവിടുന്ന് നമ്മൾ പിരിയുന്ന സമയം മുതൽ സമാധാനത്തിന്റെ വർത്തമാനം കേട്ട് അവസാനം നമ്മൾ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ആ സ്വർഗത്തിൽ നമുക്ക് കേൾക്കേണ്ട വർത്തമാനം സമാധാന സലാം എന്ന് പറയുന്ന സമാധാനം എന്ന് പറയുന്ന വർത്തമാനം കേൾക്കണം. അതിനു വേണ്ടിയാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി. അതിന് നമ്മൾ മാത്രം രക്ഷപ്പെട്ട പോരാ, നമ്മുടെ കുടുംബവും രക്ഷപ്പെടുത്തണം. നമ്മുടെ കുടുംബത്തെയും ആ സമാധാനത്തിന്റെ ഗേഹത്തിലെത്തിക്കുകയും ആ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോട് അള്ളാഹ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു. എല്ലാരും വിളിച്ചില്ല, കാരണം ഓൾറെഡി കുറെ എണ്ണം നരകത്തിലാണ്. നിങ്ങള് സ്വർഗത്തിന്റെ വഴിയിലാണ് മക്കളെ, നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണ്. എന്നാലും നിങ്ങൾ മാത്രം പോരാ, അനിയനെയും കൂട്ടണം, അനിയത്തിനെയും കൂട്ടണം, വീട്ടിലുള്ള എല്ലാവരെയും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. എവിടുന്ന് നാറാ, ആ കത്തിയാളുന്ന തീയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനെയും കല്ലും അതൊക്കെ ഇന്ധനമാക്കി നടക്കുന്ന ആ നരകത്തിയിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും രക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമ്മളെ വിളിക്കുന്ന ആ സ്വർഗീയമായ ഏറ്റവും സുന്ദരമായ സമാധാനത്തിന്റെ ഗേഹം ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ സ്വർഗ്ഗത്തില് അതിൽ പ്രവേശിക്കുന്നത് ആരാ? കുടുംബസമേതം. ഉപ്പയും ഉമ്മയും മക്കളും കൂട്ടുകുടുംബങ്ങളും ഒന്നാകെ, ഉപ്പയും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും ഒന്നാകെ ആ സ്വർഗ്ഗത്തിലേക്ക് കയറുമ്പോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മലക്കുകൾ അതിന്റെ നമ്മൾ പ്രവേശിക്കുമ്പോ അതിന്റെ ഓരോ വാതിൽ നിന്നുകൊണ്ട് മിൻ കുല്ലി ബാബ്, എല്ലാ വാതിൽ നിന്നുകൊണ്ടും മലക്കുകൾ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവർ പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. പോരെ ഉറപ്പാ, ഈ ജീവിതം കുറച്ചു കാലമുള്ളൂ. വളരെ നശ്വരമായ ജീവിതമാണ്, നൈമിഷികമായ ജീവിതമാണ്. നമ്മൾ ഈ ഓടുന്ന ജീവിതം എവിടെ വരെ?
ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മൾ ഓടുന്നത് ആ മരണത്തിൽ നിന്നാണ്. ആ മരണമാണെങ്കിലോ നമ്മളെ കണ്ടുമുട്ടും. ആ മരണം കണ്ടുമുട്ടുന്ന സമയം മുതൽ സമാധാനം, സലാമുൻ അലൈക്കും കിട്ടണ്ടേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് ദുനിയാവിൽ അള്ളയും റസൂലും പറഞ്ഞതുപോലെ ജീവിതത്തൊന്ന് ക്രമപ്പെടുത്തിയാൽ കിട്ടും. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പ് അവസാനം മരിക്കും എന്നുള്ള തർക്കം ആർക്കുമില്ല. മരിക്കുമ്പോൾ സമാധാനത്തോടെ പോകാൻ. അങ്ങനെ അവിടെ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, ആ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകണം. ഈ മലക്കുകളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് പോകണം. സലാമുൻ അലൈക്കും ബിമാ സബർതും. എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സലാം പറഞ്ഞത്? ദുനിയാവിൽ ജീവിക്കുമ്പോ പലരും കളിയാക്കിയിരിക്കും. മഫ്ത ഇങ്ങനെ ഇട്ടേന് എത്ര ആൾക്കാരാ ഓളരും ഈമാന് എന്ന് പറഞ്ഞ് കളിയാക്കിയിരിക്കും. ക്ഷമിച്ചാണ് പലതും പറഞ്ഞപ്പോ ക്ഷമിച്ചതാണ്. നമ്മൾ ആ ക്ഷമ പാലിച്ചത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് ആ സ്വർഗം വാങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്നെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കുടുംബങ്ങൾ മാനസികമായി പ്രയാസമുള്ള കുടുംബാംഗങ്ങളുണ്ട്. മാനസികമായ തകരാറുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ള നാഥനോടാണ്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ എല്ലാ മാനസികമായ പ്രയാസങ്ങളെയും മാറ്റി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മാതാപിതാക്കൾ അവർ ആഗ്രഹിക്കുന്ന ഒന്ന് ആരോഗ്യത്തോടു കൂടി നിൽക്കണം എന്നാണ്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരിമാർ പ്രായാധിക്യം കൊണ്ടുള്ള ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. റഹ്മാനായ നാഥ, അവർ അനുഭവിക്കുന്ന എല്ലാ വേദനയിൽ നിന്നും അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കുറെ ആളുകൾ അന്നം തേടി വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പരിപാടി പോലും സംഘടിപ്പിക്കുന്നത് അവരുടെ സ്പോൺസർഷിപ്പിലാകും. റഹ്മാനായ നാഥ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയ ആളുകളാണ്. അവിടെ ജോലിയിൽ, അവിടെ കച്ചവടത്തിൽ, അവിടെ ബിസിനസ്സിൽ അല്ലാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ സംഘടിപ്പിക്കുന്നത് നിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, പ്രചാരണത്തിന് വേണ്ടിയാണ്. ഇത് ഞങ്ങളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലാക്കി മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന, നിന്നെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഏത് നടുറോട്ടിലാണെങ്കിലും, ഏത് ആശുപത്രി കിടക്കയിലാണെങ്കിലും, എവിടെ വെച്ചാണെങ്കിലും അല്ലാഹുവേ, ആ മരണം വരുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ബോധപൂർവ്വം ഉച്ചരിച്ച് മരിക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ISM വെട്ടിച്ചിറ ശാഖ സംഘടിപ്പിച്ച ഒരു കുടുംബ സംഗമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ അഫ്സൽ വെട്ടിച്ചിറ ISM പ്രസിഡന്റ്, രണ്ടത്താണി മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഹാഫിസ് സക്കീർ ഹുസൈൻ പുത്തൂർ എന്നിവർക്കും അങ്ങേയറ്റം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൗകര്യം നമുക്ക് ഇവിടെ ഒരുക്കി തന്ന
വീട്ടുകാർക്കും അതുപോലെ തന്നെ 100-ൽ പരം വീടുകൾ രാവിലെ മുതൽ കയറിയിറങ്ങി സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതിൽ എല്ലാ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് പ്രവർത്തിച്ച അതിനുവേണ്ടി ഈ ഫണ്ടിലേക്ക് പണം കൊടുത്ത എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആ സ്ക്വാഡ് വർക്ക് നടത്തിയതിനുള്ള ഒരു ഇത് കാണുന്നില്ല അവിടെ.